നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിലെ ക്രൈസ്തവ സഭകളുമായി അടുക്കാൻ ബിജെപി നടത്തിക്കൊണ്ടിരുന്ന ശ്രമങ്ങളെല്ലാം പാഴായി. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് വലിയ പൊട്ടിത്തെറിയിലേക്ക്. ക്രൈസ്തവ സഭകളെല്ലാം ഇടഞ്ഞിരിക്കുന്നു. കേരളത്തിന് 2 കേന്ദ്രമന്ത്രിമാരെ കൊടുത്ത് സുഖിപ്പിച്ച കേന്ദ്രം അതിലും ക്രൈസ്തവരെ കൈപ്പിടിയിലാക്കാൻ വേണ്ടിയാണ് ജോർജ് കുര്യനെ തെരഞ്ഞെടുത്തത്. അങ്ങനെ തെരഞ്ഞെടുപ്പ് അടുക്കാറായതോടെ എല്ലാം വട്ടം കൂട്ടി വന്നതായിരുന്നു. ഒടുക്കം പടിക്കൽ കലമിട്ടുടച്ചു. വോട്ടും ചോദിച്ച് അരമന തണ്ടാൻ നീയൊക്കെ വന്നേക്കെന്ന് ക്രൈസ്തവൻ കൂട്ടത്തോടെ സോഷ്യൽ മീഡിയയിൽ കമന്റിട്ട് ബിജെപിക്കാരുടെ വായടപ്പിക്കുന്നു. കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രതിഷേധത്തിൽ പരിഹാസവുമായി ഓർത്തഡോക്സ് സഭ തൃശൂർ മെത്രോപൊലിത്ത യുഹന്നാൻ മാർ മിലിത്തിയോസ് എന്തിനാണ് പ്രതിഷേധിക്കുന്നതെന്നും അടുത്ത പെരുന്നാളിന് ഒന്നുകൂടെ ഡൽഹിയിൽ വിളിച്ച് ആദരിച്ചാൽ പോരെയെന്നും യുഹാനോൻ മിർ മിലിത്തിയോസ് ഫേസ്ബുക്കിൽ കുറിച്ചു. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ വ്യാപക പ്രതിഷേധം എന്ന പത്രവാർത്ത പങ്കുവച്ചായിരുന്നു പ്രതികരണം. നടക്കുന്നത് പുതിയ കാര്യമല്ലെന്നും RSSന്റെയും അനുബന്ധ സംഘടനകളുടെയും പ്രകടമായ പ്രവൃത്തിയാണെന്നും യുഹാനോൻ മാർ മിലാത്തിയോസ് റിപ്പോർട്ടറിനോട് പ്രതികരിച്ചിരുന്നു. ആശങ്കപ്പെടുത്തുന്നതിലപ്പുറത്തേക്ക് തനിക്ക് തന്നെക്കുറിച്ച് തന്നെ സഹതാപവും അവജ്ഞയുമുണ്ട്. താൻ ഉൾപ്പെടുന്ന മതവിഭാഗം ഇത്തരം കാര്യങ്ങളിൽ പൊതുവായി സ്വീകരിക്കുന്ന സമീപനം ഇതെല്ലാം ആവർത്തിക്കാൻ സഹായകമാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നെ തന്നെ ചോദ്യം ചെയ്യേണ്ട സാഹചര്യമാണ്. ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളോടുള്ള RSSന്റെ സമീപനം വ്യക്തമാണ്. അങ്ങനെയിരിക്കെ ഇതിനെ ഒറ്റപ്പെട്ട സംഭവമായി കണ്ട് അപ്പോൾ പ്രതിഷേധമുയർത്തിയിട്ട കാര്യമില്ല. നിരന്തരമായ സമ്മർദ്ദവും പ്രതിഷേധവും ബോധവൽക്കരണവും നടത്തിയേ മതിയാകൂ. ജനസേവനം നടത്തിയ കന്യാസ്ത്രീകളെ ഒരു കാരണവുമില്ലാതെ പിടിച്ചുകൊണ്ടുപോവുകയാണ് എന്നും യുഹാനോൻ മാർ മിലാത്തിയോസ് പറയുന്നു. ഇടയ്ക്കിടയ്ക്ക് പോയി ആദരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നത് വാസ്തവത്തിൽ ലജ്ജാകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വിഷയത്തിൽ പ്രതികരണവുമായി കത്തോലിക്സ് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തും രംഗത്തുണ്ട്. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഭരണഘടനയ്ക്ക് എതിരായ പ്രവർത്തനമാണെന്നും ഇന്ത്യൻ ഭരണഘടനയും മതസ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടണമെന്നും ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. കന്യാസ്ത്രീകളെ എത്രയും വേഗം മോചിപ്പിക്കണമെന്നും സർക്കാർ ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിലായിരുന്നു ആർച്ച് ബിഷപ്പിന്റെ പ്രതികരണം. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ആദ്യം FIR ഇട്ടത് മനുഷ്യക്കടത്തിന്റെ പേരിലാണ്. പിന്നീട് മതപരിവർത്തന കുറ്റം കൂട്ടിച്ചേർത്തു. ക്രിമിനൽ കുറ്റം ചുമത്തി അവർ കന്യാസ്ത്രീകളെ ജയിലിലാക്കിയിരിക്കുകയാണ്. മതസ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് ക്രിസ്ത്യൻ വേഷത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റേഴ്സിനെ കണ്ടപ്പോൾ തന്നെ അതൊരു കാരണമാക്കി മതസ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന രീതിയിൽ പ്രവർത്തിച്ചത് ഭരണഘടനയ്ക്കും മതസ്വാതന്ത്ര്യത്തിനും എതിരാണ്. അതുകൊണ്ട് വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെയും മന്ത്രിമാരെയും MP-മാരെയും എല്ലാം ഞങ്ങൾ സമീപിച്ചിട്ടുണ്ട് എന്ന് ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ക്രിസ്ത്യൻ മതത്തെ ഇപ്പോഴും വിദേശ മതമായാണ് കാണുന്നതെന്നും ഇന്ത്യയിൽ ഈ മതത്തിന് 2000 കൊല്ലത്തെ പഴക്കമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റു പല ക്രൈസ്തവ രാജ്യങ്ങളും ക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യയിൽ ക്രിസ്ത്യൻ മതമുണ്ട്. രാഷ്ട്രനിർമ്മിതിക്ക് സംഭാവന നൽകിയിട്ടുള്ള മതമാണിത്. വിദ്യാഭ്യാസ കാര്യത്തിലും ആതുര ശുശ്രൂഷയിലുമെല്ലാം ഇടപെടൽ നടത്തിയിട്ടുണ്ട്. കുഷ്ഠരോഗികളെ അടക്കം ശുശ്രൂഷിച്ചിട്ടുള്ളവരാണ് കന്യാസ്ത്രീകൾ. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ പറയുന്നില്ല, പക്ഷേ ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കപ്പെടണം. നേരത്തെ ജബൽപൂരിൽ ഒരു വൈദികനെ ആക്രമിച്ച സംഭവമുണ്ടായി. നമുക്ക് സഹായം തേടാനാവുക സർക്കാരിനോട് തന്നെയാണ്. ഭാരതം ആര് ഭരിച്ചാലും മതസ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം. കേരളത്തിൽ നിന്നുള്ള MP-മാർ വിഷയം പാർലമെന്റിൽ അവതരിപ്പിച്ചതിന് നന്ദിയുണ്ട്. കേരളത്തിൽ ക്രൈസ്തവ പ്രീണനവും കേരളത്തിന് പുറത്ത് മണിപ്പൂരും ഛത്തീസ്ഗഡിലും മറ്റു സ്ഥലങ്ങളിലും ആക്രമണവും നടക്കുന്നു. ഇന്ത്യയുടെ പല ഭാഗത്തും ക്രൈസ്തവർ ഭയത്തിലാണ് ജീവിക്കുന്നത്. അതിനു കാരണം ഇത്തരം സംഭവങ്ങളാണ്. ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും വലിയ പ്രതിഷേധമുണ്ടായി. കേരള MP-മാരുടെ അടിയന്തര പ്രമേയ നോട്ടീസുകൾ ഇരുസഭകളും തള്ളി. കേരളത്തിൽ നിന്നുള്ള MP-മാരാണ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിനും രാജ്യസഭയിൽ ചർച്ചയ്ക്കും MP-മാർ നോട്ടീസ് നൽകി. കോൺഗ്രസ്, ലീഗ്, RSP, CPM, CPI MP-മാർ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഇരുസഭകളും ആവശ്യം അംഗീകരിച്ചില്ല. ഇതോടെ പ്രതിപക്ഷം പ്രതിഷേധിച്ചതോടെ ഇരുസഭകളും നിർത്തിവെക്കുകയായിരുന്നു. രാവിലെ പാർലമെന്റ് കവാടത്തിൽ കേരള MP-മാർ പ്രതിഷേധിച്ചു. UDF പ്രതിഷേധത്തിനോടൊപ്പം ചേരാതെ ഇടത് MP-മാർ പ്രത്യേകം പ്രതിഷേധിച്ചു. സഭ ചേർന്നുവിടാൻ വിഷയം ഉന്നയിച്ച് ബഹളം വെച്ചു. എന്നാൽ ചർച്ചയില്ല എന്നായിരുന്നു ലോക്സഭ, രാജ്യസഭ അധ്യക്ഷന്മാരുടെ നിലപാട്. വെള്ളിയാഴ്ചയാണ് സഭയ്ക്ക് കീഴിലെ സ്ഥാപനങ്ങളിലേക്ക് ജോലിക്കായി 3 പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന 2 മലയാളി കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിലെ ദുർഗിൽ അറസ്റ്റ് ചെയ്തത്. മനുഷ്യക്കടത്ത്, നിർബന്ധിത മതപരിവർത്തനം എന്നിവ ആരോപിച്ചാണ് ബജ്രംഗദൾ പ്രവർത്തകർ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ ഇവരെ തടഞ്ഞുവച്ചത്. ബജ്രംഗദൾ പ്രവർത്തകർ പോലീസിന്റെ സാന്നിധ്യത്തിൽ കന്യാസ്ത്രീകളെയും കൂടെയുണ്ടായിരുന്ന
3 സ്ത്രീകളെയും ചോദ്യം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. കന്യാസ്ത്രീകളോടും മറ്റുള്ളവരോടും ബജ്രംഗ് പ്രവർത്തകരാണ് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞത്. ഇവരുടെ ബാഗുകളും പ്രവർത്തകർ പരിശോധിച്ചു. അതിനിടെ ഛത്തീസ്ഗഡിൽ മിഷണറി പ്രവർത്തകർക്ക് എതിരായ ആക്രമണം നിത്യസംഭവമെന്ന് വെളിപ്പെടുത്തുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തായി. തീവ്ര ഹിന്ദു സംഘടനാ നേതാവ് ജ്യോതി ശർമ്മ മിഷണറി പ്രവർത്തകരെ പോലീസിന്റെ മുന്നിലിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ അടക്കമാണ് പുറത്തുവന്നത്. ജ്യോതി ശർമ്മ മലയാളി കന്യാസ്ത്രീകളെ പോലീസിന് മുന്നിൽ ചോദ്യം ചെയ്യുന്നതിന്റെയും അടിക്കാനൊരുങ്ങുന്നതിന്റെയും ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തുവന്നിരുന്നു. ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിലാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യിപ്പിച്ചത് എന്ന് കന്യാസ്ത്രീകളുടെ സഹപ്രവർത്തക പറഞ്ഞു. കന്യാസ്ത്രീകൾക്ക് എതിരെ ചുമത്തിയത് ഗുരുതര വകുപ്പുകൾ തന്നെ. സിസ്റ്റർ പ്രീതിയാണ് 1-ാം പ്രതി, സിസ്റ്റർ വന്ദന 2-ാം പ്രതി. നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം സെക്ഷൻ 4, BNS 143 എന്നീ കുറ്റങ്ങൾ ഇരുവർക്കുമെതിരെ ചുമത്തി. പെൺകുട്ടികളെ നിർബന്ധിച്ച് മതം മാറ്റിയെന്നും മനുഷ്യക്കടത്ത് നടത്തിയെന്നും സംശയിക്കുന്നുവെന്ന് FIR-ൽ പറയുന്നു. അതേസമയം കന്യാസ്ത്രീകൾക്കായി ഇന്ന് ജാമ്യാപേക്ഷ നൽകില്ല. രേഖകളെല്ലാം ലഭിച്ച ശേഷം ഹർജി നൽകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.